ഇതുപോലെയുള്ള ക്വാളിറ്റി മാനേജർമാർ ഉണ്ടായാൽ പവിഴം ഗ്രൂപ്പിൻ്റെ 1 കിലോയുടെ പവിഴം ഉപ്പ് മേടിച്ച ഒരു കസ്റ്റമർ അത് വീട്ടിൽ കൊണ്ടുപോയി കലക്കി നോക്കിയപ്പോൾ കുമ്മായം പോലെയുള്ള എന്തോ വസ്തു കട്ടപിടിച്ച് കിടക്കുന്നത് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഇതേ അനുഭവമുണ്ടായി. തങ്ങൾക്കുണ്ടായ ഈ അനുഭവത്തെപ്പറ്റി പവിഴം ഗ്രൂപ്പിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി. ഈ പരാതി കണ്ട പവിഴം ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു മാനേജർ വിളിച്ചത് കേൾക്കുക. കുമ്മായം മാത്രമല്ല, മണലും ഇതിനു മുമ്പ് ഇതുപോലെ ഉപഭോക്താക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനുള്ള ആ വലിയ മനസ്സ് നാം കാണാതെ പോകരുത്. ഇതുപോലെയുള്ള 2 ക്വാളിറ്റി ഡാമേജർമാർ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കാര്യത്തിന് ഏതാണ്ടൊരു തീരുമാനമാകും. പവിഴം ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി മാനേജർ പരാതി നൽകിയ ആ കസ്റ്റമറെ വിളിച്ചത് കേൾക്കുക. ഹലോ, അത് പവിഴം കസ്റ്റമർ കെയറിലൊരു കംപ്ലൈന്റ് ചെയ്ത ആളാണോ? അതെ അതെ. റൈസിന്റെ റൈസ് അല്ല, ഉപ്പ്. ഞാൻ ഇതിന്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു മെയിൽ അവർ ഫോർവേഡ് ചെയ്ത് തന്നു. അതാ അന്നേരം വിളിച്ചത്. എന്തായാലും പറ. സാറേ, അത് സാറിന്റെ എന്താണ് സാറേ അതിനകത്ത് സാറിന്റെ ഇഷ്യൂ? ഉപ്പ് ഞങ്ങള് കലക്കി കഴിഞ്ഞപ്പോഴേ ഉപ്പ് ഞങ്ങള് വെള്ളത്തിൽ ഇങ്ങനെ അലിയിപ്പിച്ച് കളഞ്ഞപ്പോഴേ അതിനകത്ത് കുമ്മായമാണോ, ഈ കക്കയില്ലേ കക്കയാണോ ചിപ്പിയാണോ, അതിന്റെയൊക്കെ തോട് വരത്തില്ലേ, അതിന്റെ പീസ് ഇങ്ങനെ അടിയിൽ മൊത്തം ഒരു ഞങ്ങളുടെ വീട്ടിലും മേടിച്ചു, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലും മേടിച്ചു. 2 ഉപ്പിനകത്തും ഈ സെയിം സംഭവം ഉണ്ട്. ആ ബാച്ച് നമ്പറിൽ വേറെ ഉപ്പ് മേടിച്ചപ്പോൾ അതിനകത്തും ഉണ്ട്. നമ്മളത് തൂത്തുക്കുടിയിൽ നിന്നാണ് പാക്കേജ് കൊണ്ടുവരുന്നത്. അപ്പം ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്നാ, അവിടെ ഈ വലിയ വയലാണല്ലോ. ആ വയലിൽ ഉപ്പ് വരെ കൂട്ടിയിട്ട് അത് അവർക്ക് അവിടെ നമ്മളിത് ഇത് ചെയ്യാണ്, എന്നാ പറയുക, ഡീസ്റ്റോൺ ചെയ്ത് അതിന്റെ നല്ല സ്പെസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറെ പ്രോസസ്സുകളുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചായിരിക്കണം അങ്ങനെ കയറി വരാൻ സാധ്യത. നമ്മളിത് പ്യൂരിറ്റി ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിനെ അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളത് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് നിങ്ങളിപ്പോ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ തന്നത് മൊത്തം എന്നോട് ഉൾപ്പെടെ ഉള്ള എത്ര പേര് ഈ ഉപ്പ് കഴിച്ചിട്ടുണ്ടാവും? ഏതാ എത്ര പേര് ഉപ്പ് കഴിച്ചിട്ടുണ്ടാവും? ചുണ്ണാമ്പ് കഴിച്ചുള്ള കുഴപ്പം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ? ചുണ്ണാമ്പല്ല സാറേ അത്. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഈ വയലില് എന്നാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് സാറിന് നമ്മള് തൂത്തുക്കുടി ചെന്ന് കഴിഞ്ഞാൽ ഇത് വലിയ വയല് പോലെ കിടക്കുകയാണ്. അതിനകത്തുനിന്നാണ് ഇവര് ഇത് കോരിയിട്ട് ഫിൽറ്റർ ചെയ്ത് അയഡൈസ് ചെയ്താണ് വരുന്നത്. അങ്ങനെയുള്ള ഉപ്പുകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അയഡൈസ് ചെയ്താണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സെയിം നിങ്ങളുടെ ഉപ്പ് നോക്കിയതിന് ശേഷം നിർമ്മൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉപ്പ് മേടിച്ചു. കലക്കി നോക്കിയപ്പോ അതിനകത്തില്ലല്ലോ. ഇത് എന്നാ പറയുക, ഇപ്പൊ നമ്മൾ ഈ ടൺ കണക്കിന് ചെയ്യുമ്പോ ഇടയ്ക്ക് ചിലപ്പോ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെ നിങ്ങൾ എന്തിനാ ടൺ കണക്ക് ചെയ്യണേ? നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് തിന്നുന്നവനൊപ്പം വിഷം കഴിക്കണോ? നിങ്ങൾ ടൺ കണക്ക് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട്? നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി ചേട്ടാ. നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി. ചെയ്യണതാണ് നല്ലോണം ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. നമ്മളതുപോലെ ചെയ്തു വരുന്നതാണ്. ചെയ്തു വന്നപ്പോഴത്തേക്കിന് എന്തെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അങ്ങനൊന്നും ന്യായം പറയില്ല എന്റെ പൊന്നു ചേട്ടാ. നിങ്ങളൊരു സാധനം കൊള്ളില്ലാത്തൊരു മായം കലർത്തിയ സാധനം കൊള്ളില്ലാത്തല്ല സാറേ. ഇത് പിന്നെ എന്നാന്ന് പറഞ്ഞാൽ അവിടെ ഇത് നമ്മളെ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുന്ന നമ്മുടെ എംപ്ലോയിയുടെ അശ്രദ്ധ കൊണ്ടായിരിക്കണം ഇത് സംഭവിച്ചിരിക്കുന്നത്. പാവം പിടിച്ച എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. മനസ്സിലായി? ഈ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിസ്സാര കാര്യം ഇതുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം പബ്ലിസിറ്റി ആയത്. നിങ്ങളെ എന്നെ വിളിച്ച് സോറി അല്ലെങ്കിൽ നിങ്ങൾ പറ്റിപ്പോയി ഇല്ല, തീരത്തില്ല. പ്രശ്നം അതുകൊണ്ട് തീരത്തില്ല. നമ്മൾ പിന്നെ അതിന്റെ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ഇനി അത് ഉണ്ടാകാതിരിക്കാനും ഉള്ള കാര്യങ്ങളും ആ ബാച്ചില് വേറെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ച് കമ്പനിയിലേക്ക് അത് തിരിച്ചെടുക്കാനും ഉള്ള ഏർപ്പാട് ചെയ്യും ഉടനെ ആ ബാച്ചിലുള്ള. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാന്ന് പറയാ, ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ ബാച്ചിൽ വേറെ എവിടെയൊക്കെ സപ്ലൈ ഉണ്ടോ ആ സാധനം നമ്മൾ റിട്ടേൺ എടുക്കുകയാണ് ഉടനെ. നിങ്ങൾ തിരിച്ചെടുത്തെന്ന് ഞാൻ എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് വേറെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി. ഉടനെ അത് എവിടേക്കാണ് പോയിരിക്കുന്നത് നമ്മൾ തിരക്കും. സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് അറിയാം ആ ബാച്ചിലെ സാധനം ഏതൊക്കെ ഷോപ്പിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. എന്റെ ചേട്ടാ ഒരു കാര്യം പറഞ്ഞേ, ഞാനും ഒരു മാനുഫാക്ചറാണ്.
ഒരു അതെ. പെർഫ്യൂമിന്റെ. ആ പണ്ട് ചിപ്സ് കച്ചവടം ചെയ്തിട്ടുണ്ട്. ചിപ്സ് ആ, കൊണ്ടുവന്ന് വെളിച്ചെണ്ണയിലുണ്ടാക്കി കൊടുത്ത് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടിപ്പോയി. ആ സ്റ്റാൻഡേർഡ് പാക്കറ്റിൽ കൊടുത്തു, അതായത് എന്റെ തെറ്റ്. അതുപോലെ വില ഇച്ചിരി കൂടിപ്പോയി. ആ അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരെണ്ണം വിൽക്കുന്നവന്റെ സാധനം നല്ലതാണെങ്കിലേ അത് 1000 ആക്കാൻ പറ്റത്തുള്ളൂ. അത്രയൊക്കത്തുള്ളൂ, അത്രയൊക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുന്നവനാണ്, എനിക്ക് വന്ന മിസ്റ്റേക്ക് നിങ്ങൾ അത് വിടണം, ഇനി ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് അല്ലേ, പറഞ്ഞു അങ്ങനല്ല, നിങ്ങളത് ഇത് പുറമെ അതുകൊണ്ടുണ്ടായതായി. തെങ്ങിനിടുന്ന സാധനമാണോ? ഈ തെങ്ങിനകത്ത് തെങ്ങിന്റെ ചൂട്ടിലിടുന്ന ഉപ്പിലാണോ ഈ മായം കണ്ടത്? അല്ല സാറേ, ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഉൾപ്പെടെ ആ ഉപ്പിലിട്ടതും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പിനകത്താണ് ഈ മായം കണ്ടത്. മായം എന്ന് വെച്ചാൽ കുമ്മായം. ഉം? കുമ്മായി ഒരിക്കലും വരത്തില്ല സാറേ അതിനകത്ത്. ഞാൻ തെളിയിച്ചട്ടെ കുമ്മായാണെന്ന്. അതാണ് ഞാൻ തെളിയിച്ചട്ടെ അല്ലാതെ കുമ്മായാണെന്ന് തെളിയിച്ചട്ടെ. ഉപ്പിനകത്ത് ഒരിക്കലും അത് വരത്തില്ല. ആര് പറഞ്ഞു? നിങ്ങൾ എന്ത് വെച്ച് ശുദ്ധീകരിക്കണം ഉപ്പ്? അതിന്റെ ഒരു ഇത് വെച്ച് ഉപയോഗിച്ചാണ് എന്താണ് ശുദ്ധീകരിക്കുന്നത്. അതിന്റെ കണ്ടന്റ് എന്ത് സാധനം വെച്ചാണ്? ഏത് ഉപ്പിന്റെ വില ഉപ്പിന്റെ വില എത്രയുണ്ട് അവിടെ? അത് പർച്ചേസുകാർക്ക് അറിയത്തുള്ളൂ സാറേ, എനിക്ക് അതിന്റെ അറിയില്ല. പകുതിക്ക് പകുതിയോ 1/3 ഭാഗം കുമ്മായോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ അറിയില്ല. സാറേ, നമ്മളിവിടുത്തെ ആ ബാച്ചിന്റെ സാമ്പിള് ചെക്ക് ചെയ്ത റിസൾട്ട് വേണമെങ്കിൽ സാറിന് അയച്ചു തരാം. നിങ്ങളുടെ തന്നെയാണോ പവിഴ അരി? അതെ അതെ അതെ. എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ? ഇത് ഉപ്പ് തൂത്തുക്കുടി, ഇത് അരി ഇവിടെ കൂവപ്പടി, പെരുമ്പാവൂര്, എറണാകുളം ഡിസ്ട്രിക്ട്. കൂവപ്പടി എന്ന് പറയും. ഈ ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൂത്തുക്കുടിയിലാണ്. സാറിന്റെ പേരെന്തുവാ? എന്റെ പേര് ജഗദീഷ്. ജഗദീഷ്. അപ്പൊ എനിക്ക് പറയാനുള്ള സാറേ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത് വലിയ വീഴ്ചയാണ്. അല്ല, ആണെന്ന് അത് ഞാൻ സമ്മതിച്ചല്ലോ സാറേ. എന്നാന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കരുതണ്ട. ഈ സാധനം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാരും കഴിക്കുന്ന സാധനമാണ്. സാറേ, നേരത്തെ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞങ്ങൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ പാക്കിംഗ് യൂണിറ്റിലേക്ക് ആളിനെ വിട്ട് നിർത്തി. ഇനിയിപ്പോ നേരത്തെ മണ്ണ് വന്നെന്നും പറഞ്ഞു, മണൽ വന്നു. അപ്പം ഈ പാടത്തുനിന്ന് എടുക്കുന്നത് അവരത് ഇത് ചെയ്തപ്പം ശരിയാകാതെ വന്നുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ അവിടെ പോയി അത് കണ്ട് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സ്റ്റാഫിനോടെല്ലാം അത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് ഇനി അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. സാറേ, നമ്മുടെ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളില് കറി കൈകൊണ്ടാണ് വാരുന്നത്. കൈകൊണ്ട് വാരി നമ്മുടെ കറി തരും. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈച്ച അടിച്ച ഭക്ഷണവും അതെ അതെ അതെ, ഇത് തമിഴ്നാടല്ലേ സാറേ ഞാൻ പറഞ്ഞ. അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് നമുക്ക് തരണം എന്ന് നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? നമ്മളൊക്കെ ഇല്ല ഇല്ല, അങ്ങനെ അതല്ല സാറേ. അതുകൊണ്ടല്ലേ നമ്മുടെ ആൾ അവിടെ പോയി നിൽക്കുന്നത്. നമ്മുടെ ആൾ അവിടെ പോയി നിന്നാണ് ഇത് പാക്ക് ചെയ്യിക്കുന്നത്. ഇവിടുന്ന് 2 പേരുണ്ട് അവിടെ, നമ്മളവിടെ വിട്ടിട്ടുണ്ട് ഇത് നോക്കാൻ വേണ്ടി. ഇതിന്റെ അവരുടെ പ്രോസസ്സൊക്കെ നമ്മൾ പറയുന്ന രീതിയിലാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി 2 പേരെ അവിടെ വിട്ടിട്ടുണ്ട്, മാറി മാറി നിൽക്കാനായിട്ട്. അവര് തരുന്ന റിപ്പോർട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എറണാകുളത്തിരിക്കുന്നവർക്ക് കിട്ടുള്ളൂ. എന്തിനാ നിങ്ങൾക്ക് നേരിട്ട് അല്ല സാറേ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും ബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ ഇറക്കുന്ന സാധനം അത് ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ കഴിക്കണമെന്നാണ് നിങ്ങൾ പറയണത്? ഇല്ല ഇല്ല, കഴിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ നിങ്ങളത് ഒരിക്കലും കഴിക്കരുത്. എന്നാ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഇഷ്യൂ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട പരിഹാരം അതിന് ഉടനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നമ്മളിപ്പോ ഉപ്പേ ഒരു വീട്ടിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് കറി വെന്തോണ്ടിരിക്കുമ്പോ ടിന്നിൽ പൊട്ടിച്ചിട്ടേക്കണ ഉപ്പ് കൈകൊണ്ട് വാരിയും ഇടുവാണ്. അതായത് വെള്ളത്തിൽ അലിയിച്ച് നോക്കൂല. ഇല്ല ഇല്ല ഇല്ല. രാവിലെ ഉപ്പുവെള്ളം ഉണ്ടാക്കാനായിട്ട് വൈഫ് എടുത്ത് കലക്കി നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. മനസ്സിലായോ? എത്ര വീടുകളിൽ ഇത് ശ്രദ്ധിക്കാതെ ഇതെടുത്ത് ഇപ്പൊ ഇന്നും കറികളിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ള അതാണ്, അത് അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനെന്ത് ഉത്തരവാദിത്തം പറയാനുള്ളത്? ഈ ഉപ്പിന്റെ ഈ സാധനം കഴിച്ചത് ആരും ഒറ്റയടിക്ക് മരിക്കില്ല, പക്ഷെ ഇഞ്ചിൻ ചേട്ടൻ മരിക്കും, കിഡ്നി അടിച്ചു പോകും. മനസ്സിലായോ? ശരി, അതെ സാറ് പറഞ്ഞത് ശരിയാണ്. അതെ സാറ് പറഞ്ഞത് ശരിയാണ്. ഉപയോഗിക്കുന്ന ഉപ്പ് ഏതാണ്? ഏതാ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഏതാണ്? ഈ പവിഴത്തിന്റെയാ മേടിക്കുന്നത്. ഈ ബാച്ചിലുള്ള ഉപ്പാണോ ഉപയോഗിച്ചത്? ബാച്ച് അതാ നോക്കണം ഞാനത്, ഏത് ബാച്ചാണോ വീട്ടിൽ പോയി നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നതാണ്. ഔട്ട്ലെറ്റിന്നേ, പഴത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. നിങ്ങൾ ആദ്യം ആ ബാച്ചിലുള്ള ഉപ്പ് മൊത്തം തിരിച്ചെടുക്കും, എന്നിട്ട് സംസാരിക്കാം. ശരി ശരി.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.